നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് വൈറലാകുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ആൾക്കാരുടെ അറ്റൻഷൻ നേടിയെടുക്കുക, റീച്ച് ഉണ്ടാക്കുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. വൈറലായി കഴിഞ്ഞാൽ ചാനലിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് ശ്രദ്ധിക്കപ്പെടും. എന്നാൽ ചില ആൾക്കാര് വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും തോന്നിവാസവും കാണിക്കാൻ തയ്യാറാണ്. അത്തരക്കാരെയും നിങ്ങൾക്ക് പരിചയമുണ്ടാകും. വേറെ ചില ആൾക്കാരുണ്ട്, വൈറലാകണം, റീച്ച് കിട്ടണം, അറ്റൻഷൻ നേടണം. അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് അനാവശ്യമായിട്ട് ചെന്ന് ചൊറിയാൻ പോകും. ചൊറിയുമ്പോൾ ഉറപ്പായിട്ട് തിരിച്ച് മാന്തൽ വാങ്ങിക്കും. അപ്പൊ ഈ മാന്തലിനെ കുറിച്ച് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി അറ്റൻഷൻ നേടിയെടുക്കും. അങ്ങനെ ചുമ്മാ ചൊറിയാൻ പോയ ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. മോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഒരു ഫാമിലി ഫങ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമുള്ളൂ. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേക്കാണ് അനുമോളുടെ. പുള്ളിയുടെ വിഷയം അനുമോളുടെ അച്ഛന്റെ കാലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കാല് വരെ വിഷയമാണ്. ഒരു സാധാരണ ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോയാണ്. ബാക്കി എല്ലാവരും പുറകെ നിൽക്കുന്നു. അനുമോളുടെ അച്ഛനാണ് മുതിർന്ന ആള്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ മുതിർന്ന ആൾക്കാരെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇരുത്താറാണ് പതിവ്. വീട്ടില് അച്ഛനാണെങ്കിൽ അച്ഛനായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇരിക്കും. ഇനി അച്ഛനെക്കാട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് അച്ഛന്റെ മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ ഇതുപോലെ കസേരയിലൊക്കെ ഇരുത്താറുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് ആൾക്കാർ കാലിന്റെ മണ്ടയ്ക്ക് കാല് കയറ്റി വെക്കും. അതൊരു തെറ്റാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പണ്ട് കാലത്ത് പെമ്പിള്ളാരോട് പറയുമായിരുന്നു കാലിന്റെ മണ്ടയ്ക്ക് കാല് കയറ്റിയിരിക്കരുത്, ദോഷമാണ്, അങ്ങനെ ചെയ്യരുത്. അതൊക്കെ ഈ പെമ്പിള്ളാരെ നിയന്ത്രിക്കാൻ വേണ്ടി, പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയും മുതിർന്നവരുടെ മുമ്പിൽ നിന്ന് കാലിന്റെ മണ്ടയ്ക്ക് കാല് കയറ്റി വെക്കരുതെന്ന് പറയും. കാരണം അത് അവരുടെ പ്രായത്തെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആ ഒരു പിക്ചറിൽ ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത് അനുമോളുടെ അച്ഛനാണ്. ബാക്കി പുറകെ നിൽക്കുന്നവരൊക്കെ അദ്ദേഹത്തെക്കാട്ടിലും ചെറുപ്പമാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? കാലിന്റെ മണ്ടയ്ക്ക് കാല് കയറ്റി വെക്കാം, അതിലൊരു വിഷയമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന വ്യക്തിക്ക് അത് കണ്ടപ്പോ ചൊറിഞ്ഞു. ഈ ചൊറിച്ചില് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ പറയുന്ന അനുമോളുടെ അച്ഛന്റെ കാല് അവന്റെ തലയിലായിരിക്കുന്നതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ കാല് ഇയാളുടെ തലയിലോ ഇയാളുടെ തോളത്തോ വല്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കാരണം അയാൾക്കാണല്ലോ ഭാരം സഹിക്കേണ്ടി വരുന്നത്. ഇത് അദ്ദേഹം യാതൊരു രീതിയിലുള്ള തെറ്റും ചെയ്യുന്നില്ല. ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഫോട്ടോയ്ക്ക് ഒരു ഗാംഭീര്യം വരാനും, ഞാൻ ഇച്ചിരി മുതിർന്ന ആളാണ്, ഇച്ചിരി വലിയ ആളാണെന്നൊക്കെ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾ തന്നെ ആയിരിക്കാം പറഞ്ഞത് കാലിന്റെ വണ്ടയ്ക്ക് കാല് കയറ്റി വെക്കുക എന്ന്. അതിലൂടെ യാതൊരു രീതിയിലുള്ള വൾഗാരിറ്റിയോ വൃത്തികേടോ ഒന്നും തന്നെ പ്രകടമാകുന്നില്ല. അതിൽ യാതൊരു രീതിയിലുള്ള അഹങ്കാരവും പ്രകടമാകുന്നില്ല. ഒരു മുതിർന്ന വ്യക്തി ഇച്ചിരി ഒരു ആഢ്യത്വത്തോടു കൂടി ഇരിക്കുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊന്നും തന്നെ നമുക്ക് പ്രകടമാകുന്നില്ല. പിന്നെ ഇവൻ എന്തിന്റെ പ്രശ്നമാണ്? അപ്പൊ ഒരു കാര്യമില്ല. അനുമോൾ ഇച്ചിരി ഫേമസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്ന അനുമോളെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് കിട്ടും, ഇത് വിവാദമാകും, കോൺട്രവേഴ്സി ആകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ ചെയ്തത്. വല്ലാത്ത ചൊറിച്ചിലാണല്ലോ, ഇങ്ങനെ കടന്ന് ചൊറിയരുത്. അപ്പോ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞപ്പോ ഉറപ്പായിട്ടും തിരിച്ച് മാന്തല് കിട്ടും. കാരണം നമ്മളിപ്പം മക്കൾക്ക് അച്ഛനമ്മമാരെ പറഞ്ഞു കഴിഞ്ഞാൽ നോവും, നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ നോവും. ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ വലിച്ചിഴച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോവത്തില്ലേ? അപ്പൊ അനുമോൾ ആ വീഡിയോയുടെ അടിയിലിട്ട കമന്റ് ആണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോസിൽ ഒരു 90% കമന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറുക്കനെതിരായിട്ടാണ് കമന്റ്സ് വന്നേക്കുന്നത്. എന്തിന്റെ കേടാണ്? വേറെ പണിയൊന്നുമില്ലേ? ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇത് ചെയ്ത് പിന്നെ കുറച്ച് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ കാണുന്ന ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ പോയി ചൊറിഞ്ഞ് അവസാനം മാന്തൽ വാങ്ങിച്ചു. എന്നിട്ട് വന്നിരുന്ന് മെഴുകുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം.
നിങ്ങൾ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഒരു മറുപടി ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയ ഒരു പാട്രിയാർക്കൽ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ്, നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത്, നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒരുപാട് കമന്റ്സ് വരുന്നു, ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ മോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല, ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിംബലിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാണ് അതിന്റെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഹാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാനിക് ആയി പോയി. കാരണം അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ നമ്മൾ ഇനിയും പറഞ്ഞിട്ടാണോ നമുക്ക് ഇങ്ങനൊരു കേട്ടല്ലോ, മെഴുകലോടെ മെഴുകലാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പാട്രിയാർക്കിയുടെ സിമ്പലാണെന്ന്. കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ, ഓരോരുത്തരുടെയും കംഫർട്ടിനനുസരിച്ചുള്ളൊരു കാര്യമാണ്. അതൊരു പാട്രിയാർക്കിയുടെ സിമ്പൽ ഒന്നുമല്ല. ഈ പാട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വത്തിന് പറയുന്ന സാധനമാണ് ഈ പാട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാട്രിയാർക്കൽ സൊസൈറ്റി എന്നുള്ളൊരു വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുരുഷ മേധാവിത്വമുള്ള സൊസൈറ്റി. അപ്പൊ ഇതൊരു പാട്രിയാർക്കിയുടെ ഭാഗമൊന്നുമല്ല കാലിന്റെ മുകളിൽ കാല് കയറ്റി വെക്കുക എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരും അവരുടെ ഏജ് ഒന്നും ഒരു ബാധകമല്ല കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാറുള്ളത്. അത് സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വലിയ ഷോകളിലൊക്കെ സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഒക്കെ ചെയ്യുന്നത്? ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതിനനുസരിച്ച് അവരത് ചെയ്യും. അതില് പാട്രിയാർക്കി അല്ലെങ്കിൽ വലിയ മേധാവിത്വത്തിന്റെ സിമ്പല് അങ്ങനൊന്നും കാണേണ്ട കാര്യമൊന്നും ഇല്ല. അനുമോളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ മേധാവി അനുമോളുടെ അച്ഛനായിരിക്കാം. അനുമോളുടെ കുടുംബത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി അനുമോളുടെ അച്ഛനായിരിക്കാം. ആ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിന്റെ ജസ്റ്റേഴ്സിലും ഒക്കെ കാണും. ഓരോ കുടുംബത്തിലും അവരവരുടെ അച്ഛന്മാരല്ലേ ഗൃഹനാഥന്മാർ അല്ലെങ്കിൽ ഗൃഹനാഥ, അവരൊക്കെയല്ലേ പ്രാധാന്യമുള്ളവര്. അപ്പൊ അവരൊക്കെ ചിലപ്പോൾ ഇച്ചിരി ആഡിത്യം കാണിക്കും. സ്വന്തം ഫാമിലിയിലല്ലേ കാണിക്കുന്നേ. ആ ഫാമിലിയിലുള്ള ഫാമിലി മെമ്പേഴ്സിന് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തിന്റെ കുഴപ്പമാണ്? ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, അതിനകത്ത് എന്തെങ്കിലും വൃത്തികേടുണ്ട്, അതിനകത്ത് ആരെങ്കിലും നഗ്നത പ്രദർശിപ്പിക്കുന്നു, അതെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാണിക്കുന്നു, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോയെ പറ്റിയിട്ട് പ്രതികരിക്കാം. ഇത് ഒരു മനുഷ്യൻ, ആ വീട്ടിലെ മുതിർന്ന അംഗം, ആ വീട്ടിലെ അച്ഛൻ, അദ്ദേഹം കസേരയിലിരിക്കുകയാണ്. കസേരയിലിരുന്ന സമയത്ത് അദ്ദേഹം ആ കാലിന്റെ മണ്ടയ്ക്ക് കാല് വെച്ചിട്ട് ക്രോസ് ആയിട്ടൊന്ന് ഇരുന്നു, ഒരു ആഢ്യത്തോട് ഒരു ഭാവത്തോട് കൂടിയിട്ട് ഇരുന്നു. അപ്പോഴേക്കും കുത്തല്. സംഭവം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയുടെ റീച്ച് കണ്ടോ? 3 ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോ കണ്ടു. ഈ പുള്ളിയുടെ ചാനലിലുള്ള ബാക്കി വീഡിയോസ് ഒന്നും അങ്ങനെ അത്ര ആൾക്കാർ കണ്ടിട്ടില്ല. 10,000 അങ്ങനെ കടക്കാറില്ല. അപ്പോൾ അനുമോളെ കുറിച്ച് അങ്ങോട്ട് ചെന്ന് 2 കൊട്ട് കൊടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാതൊരു കാര്യം നോക്കുമ്പോഴേക്കും ആൾക്കാർ കാണും, അതിനകത്ത് കമന്റ്സ് ഇടും. ഇയാളെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിലും ആൾക്കാർ കമന്റ്സ് ഇടും. കൂടുതൽ ആൾക്കാർ കമന്റ്സ് ഇടുന്നതിനനുസരിച്ച് കൂടുതൽ റീസിലേക്ക് പോകും. വെറുതെ ഈ ഇമോജീസ് ഒന്നും കമന്റ്സ് ഇടുമ്പോഴല്ല, ആൾക്കാർ എഴുതി കമന്റുകൾ ഇടുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം കൊണ്ടുപോകും. അങ്ങനെ അവസാനം അക്കൗണ്ട് റീച്ചാക്കും. അപ്പൊ അവസാനം അനുമോൾ അതിനെതിരെ പ്രതികരിച്ചു. ഇപ്പൊ അവസാനം ചാനൽ പോയി എന്നൊക്കെ പറയുന്നു. ചാനൽ പോകുമ്പോൾ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാമല്ലോ, ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക. അനുമോൾ എന്നെ വേട്ടയാടുന്നു, അനുമോൾ എന്നെ കുറ്റം പറയുന്നു, ചാനൽ പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ എപ്പിസോഡുകൾ ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ച് കൊണ്ടുപോവാ. അങ്ങനെ അനുമോളെ വെച്ച് കുറച്ച് റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പുള്ളിക്കാരൻ ചെയ്തൊരു പരിപാടിയാണ്, വേറെ ഒന്നുമല്ല.